നമസ്കാരം. സമസ്ത മേഖലകളിലും സമ്പൂർണ്ണ പരാജയമായ ഒരു സർക്കാരിനെ കുറിച്ച് പലവട്ടം പറയുന്നത് മനസ്സോടെയല്ല. ഈ സർക്കാരിൻ്റെ ഭരണ പരാജയങ്ങളെയും അഴിമതികളെയും ധൂർത്തുകളെയും കുറിച്ച് പറഞ്ഞു മനം മടുത്തിരിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോടികൾ മുടക്കി ചെയ്ത ഒരു പരസ്യവാചകമുണ്ടായിരുന്നു. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1. പൊതുഖജനാവിലെ കോടികൾ മുടക്കി അത്തരത്തിലൊരു പരസ്യം ചെയ്തിട്ട് കേരളത്തിൻ്റെ കാരണഭൂതനായ മുഖ്യമന്ത്രി സ്വന്തം ചികിത്സയ്ക്ക് ഭാര്യയെയും പരിവാരങ്ങളെയും കൂട്ടി അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് വിമാനം കയറിയത് ചരിത്രം. പനി ബാധിച്ച് അവശയായ മകളെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കാണിച്ചിട്ട് ഡോക്ടർ എഴുതിക്കൊടുത്ത 9 മരുന്നുകളിൽ 6 എണ്ണം കിട്ടാത്തതുകൊണ്ട് ഗതികെട്ട് മന്ത്രി ആഫീസിന്റെ തിണ്ണനിരങ്ങിയിട്ടും ഫലമില്ലാതെ വന്ന ലോട്ടറി വിൽപ്പനക്കാരനായ ബിനുകുമാർ എന്നൊരു മനുഷ്യന്റെ വാർത്ത ഇന്നലെ മാധ്യമങ്ങളിലൂടെ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കണം. ഇതു സംബന്ധിച്ചുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്നും മരുന്നുണ്ടായിട്ടും സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്ന പതിവ് ന്യായീകരണം പറഞ്ഞ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കൈകഴുകി. എന്നാൽ ആരോഗ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന തെളിവുകൾ സഹിതം പറയാം, കേട്ടോളൂ. മരുന്നു കമ്പനികൾക്ക് നമ്മുടെ സർക്കാർ വരുത്തിയിരിക്കുന്ന കുടിശ്ശിക 500 കോടിയിലധികം രൂപയാണ്. അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ കമ്പനികൾ ഇപ്പോൾ സർക്കാർ ആശുപത്രികൾക്ക് നൽകുന്നില്ല. 2022 കുടിശ്ശികയായ 200 കോടിയിലധികം രൂപയും 2023 കുടിശ്ശികയായ 300 കോടിയിലധികം രൂപയുമാണ് സർക്കാർ മരുന്നു കമ്പനികൾക്ക് നൽകാനുള്ളത്. തുകയ്ക്കു വേണ്ടി പലവട്ടം ആരോഗ്യവകുപ്പ് ധനവകുപ്പിനെ സമീപിച്ചെങ്കിലും ഖജനാവിൽ പണമില്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേനയാണ് സർക്കാർ ആശുപത്രികൾക്കുള്ള മരുന്ന് സംഭരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി കമ്പനികൾ നൽകിയ മരുന്നുകൾക്ക് സർക്കാർ ഇതുവരെ പണം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവസാനഘട്ട മരുന്ന് വിതരണം ഒട്ടേറെ കമ്പനികൾ നടത്തിയില്ല. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മുതൽ മെഡിക്കൽ കോളേജുകളിൽ വരെ ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ കിട്ടാനില്ല. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ അർബുദ ചികിത്സാ വിഭാഗങ്ങളിൽ ആവശ്യമായ മരുന്നുകളുടെ 1/3 ഭാഗം മാത്രമേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഹൃദ്രോഗം, പക്ഷാഘാതം എന്നിവയ്ക്കും മതിയായ മരുന്നുകളില്ല. പ്രമേഹ രോഗികൾക്കുള്ള ഇൻസുലിനും മെറ്റ്ഫോർമിനും ഗ്ലിമിപ്രൈഡും ഉൾപ്പെടെയുള്ള മരുന്നുകൾക്കും ക്ഷാമമാണ്. രക്താതിമർദ്ദം കുറയ്ക്കാനുള്ള ആംലോ, കൊളസ്ട്രോളിനുള്ള അറ്റോർവാസ്റ്റാറ്റിൻ, രക്തം കട്ടപിടിക്കുന്നത് ഒഴിവാക്കാനുള്ള ക്ലോപ്പിഡോഗ്രൽ, ഫംഗൽ ഇൻഫെക്ഷൻ മാറ്റാനുള്ള ഫ്ലൂക്കോനാസോൾ, ഇൻഫെക്ഷൻ ബാധിച്ചവർക്ക് നൽകുന്ന ആൻറ്റിബയോട്ടിക്കായ അസിത്രോമൈസിൻ, അസിഡിറ്റി കുറയ്ക്കാനുള്ള പാൻഡോപ്രസോൾ എന്നിവ ഉൾപ്പെടെയുള്ള അത്യാവശ്യ മരുന്നുകൾ പോലും ആവശ്യത്തിനില്ല. 2 കൊല്ലം മുമ്പ് വരെ എല്ലാ മാസവും ജില്ലാ തലത്തിൽ സർക്കാർ ഫാർമസിസ്റ്റുകളുടെ അവലോകന യോഗം നടക്കുമായിരുന്നു. അവിടെ ഓരോ ആശുപത്രിയിലെയും മരുന്നുകളുടെ സ്റ്റോക്ക് പരിശോധിച്ച് കൂടുതൽ സ്റ്റോക്കുള്ള ആശുപത്രികളിൽ നിന്ന് കുറവുള്ള ആശുപത്രികളിലേക്ക് നൽകിയിരുന്നു മരുന്നുകൾ. ഈ അവലോകന യോഗം ഇപ്പോൾ നിർത്തലാക്കി. അതുകൊണ്ട് തന്നെ ആശുപത്രികൾ തമ്മിലുള്ള മരുന്ന് കൈമാറ്റവും നിലച്ചു. പൊതുജനങ്ങളിൽ നിന്ന് നികുതികളായും പിഴകളായും പിരിച്ചെടുക്കുന്ന പണം മുഴുവൻ മുഖ്യമന്ത്രിയും മന്ത്രിക്കൂട്ടങ്ങളും ധൂർത്തടിച്ചു നടക്കുകയാണ്. മുഖ്യമന്ത്രിയെ തീറ്റിപ്പോറ്റാൻ തന്നെ വേണം മാസം നല്ലൊരു തുക. കേരളത്തിലെ പൊതുജനങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഇനിയും അബദ്ധം പറ്റും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉഡായിപ്പുമായി LDFകാർ ഇനിയും എത്തും. മുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും വെറും 2 വർഷത്തെ ചികിത്സയ്ക്കായി നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് 75 ലക്ഷം മുടക്കിയ ദരിദ്ര സംസ്ഥാനമാണ് നമ്മുടേത് എന്നുകൂടി ഓർക്കുക.